ഇപ്പൊ ആരുടെയെങ്കിലും വീടുകളിൽ നിൽക്കുന്ന വൃക്ഷം അവർക്ക് വേണ്ടെങ്കിലും മുറിച്ച് മാറ്റാം. പക്ഷെ അതിൽ ദോഷം മുറിച്ച് മാറ്റി ദോഷം വരുത്തരുത്. അതിലിരിക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. നമുക്ക് ഗുണമുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന മരം, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാ മാം? അതിപ്പോ ഉദാഹരണം പറഞ്ഞ ഇപ്പോ രേവതി നക്ഷത്രം, അതിനൊരു ഇരിപ്പ എന്ന് പറഞ്ഞ അതുപോലത്തെ മരമുണ്ട്. പിന്നെ പുണർത്ത നക്ഷത്രം, മുള എന്ന് പറഞ്ഞ രോഹിണി നക്ഷത്രം, ഞാവൽ എന്ന് പറഞ്ഞ മരം, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. അത് ജന്മവൃക്ഷങ്ങളാണ്. അതൊരു വീട്ടിൽ വെച്ച് ആ ജന്മവൃക്ഷങ്ങളെ ആദരിച്ച് അതിനെപ്പോഴും വെള്ളവും വളവും കൊടുത്ത് അതിനെ ഒന്ന് തൊഴുത് നമ്മുടെ കാര്യങ്ങൾക്ക് പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ ദേവതയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു ഞാവല് വൃക്ഷമാണെങ്കിൽ ബ്രഹ്മാവ് ദേവത, ആ ബ്രഹ്മാവിനെ ഒന്ന് വണങ്ങി നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓം ബ്രഹ്മദേവായ നമഃ എന്ന് ജപിച്ച് നമ്മൾ പോയാൽ ആ ബ്രഹ്മദേവൻ നമ്മളെ കാക്കും. ദേവൻ അതല്ലേ? അപ്പൊ പിന്നെ എന്തിനാ ദേവന്മാരെയും മരങ്ങളെയും പറയുന്നത്? മനുഷ്യർ തന്നെയാണ് ഇതിൽ എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സും ശരിയാക്കി അവർ ഈ വൃക്ഷങ്ങളെയൊക്കെ വണങ്ങി ആ വൃക്ഷങ്ങളെയൊക്കെ വെട്ടിക്കളയാതിരിക്കുമ്പോൾ അവർക്ക് ഉയർച്ചയുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ മരം മുറിക്കുന്നതിന് മുമ്പ് ഒരു പൂജ നടത്താറുണ്ടല്ലോ, മരത്തിനെ പൂജിച്ചിട്ടാണല്ലോ മുറിക്കുന്നത്. ഇതെന്ത് പൂജയാണ്? അതിൻ്റെ നിഷ്ഠകളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ നിഷ്ഠകളെന്ന് വെച്ചാൽ ഇപ്പോൾ പാല മുറിക്കുമ്പോൾ സർപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ യക്ഷികളുണ്ട് എന്നും പറഞ്ഞായിരിക്കും പാലയിൽ നിന്ന് അത് മാറ്റിയിട്ട് മുറിക്കാം. അപ്പോൾ സർപ്പപൂജകൾ അതുപോലെ അവരെ ആവാഹിച്ച് മാറ്റല് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ വൃക്ഷം ഇപ്പൊ ആരുടെയെങ്കിലും വീടുകളിൽ നിൽക്കുന്ന വൃക്ഷം അവർക്ക് വേണ്ടെങ്കിലും മുറിച്ച് മാറ്റാം. പക്ഷെ അതിൽ മുറിച്ച് മാറ്റി ദോഷം വരുത്തരുത്. അതിലിരിക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അതാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മൾ ഇത്ര ദിവസം വ്രതം നോറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വ്രതം എടുത്തിട്ട് ഇപ്പൊ അതിലൊരു കമ്പിറക്കണമെങ്കിൽ തന്നെ നമ്മൾ മാംസം, മീന്, മുട്ട, ഇറച്ചി ഇതൊന്നും കഴിച്ചുകൊണ്ടൊന്നും കയറാൻ പാടില്ല ഈ വൃക്ഷത്തിലൊക്കെ. അപ്പൊ തന്നെ പണി കിട്ടും. അതില് മദ്യം ഇതൊക്കെ കഴിച്ച് കയറുന്നവന് പണി കിട്ടും, ഉറപ്പാണത്. അല്ല, ഒരു കണക്കുണ്ടാവുമല്ലോ, ഇപ്പം എത്ര ദിവസത്തെ വ്രതം? 7 ദിവസം 9 ദിവസമൊക്കെ പറയാം നമുക്ക്. 7 ദിവസം 9 ദിവസം ഒക്കെ വ്രതം എടുത്ത് ചെയ്യാം. അപ്പൊ ഈ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്ത് വേണം? അമ്പലത്തിൽ പോയിട്ടല്ല, നമ്മളുടെ വൃക്ഷം നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നെങ്കിൽ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അത് ചെയ്യുകയോ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വെച്ച് പൂജ ചെയ്യുകയോ ചെയ്താൽ അതിനൊക്കെ ഒരുപാട് പൈസയൊക്കെ ആവും. നമ്മളത് ചെയ്ത് ആവാഹിച്ചൊക്കെ മാറ്റുക എന്ന് പറയുന്നത്. ആ വൃക്ഷം അവിടെ നിന്നോട്ടെ, ആർക്കും കുഴപ്പമില്ലല്ലോ. നമുക്കൊരു നല്ലതല്ലേ ദൈവിക വൃക്ഷം നമ്മുടെ മുറ്റത്തല്ല മാറി നിൽക്കുന്നത്. മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കില്ലല്ലോ ആരും. ഇത് സംഭവിക്കാറുണ്ടല്ലോ ഇത്തരം മരങ്ങളൊക്കെ. യക്ഷിപ്പാലയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ യക്ഷിപ്പാന അതൊന്നും നമ്മൾ വീടുകളിൽ വെക്കില്ലല്ലോ. ഇന്ന ദിക്കിൽ വന്നാൽ ദോഷം അങ്ങനെയൊക്കെ ഇല്ലേ? ദിക്കിലൊക്കെ ദോഷമുണ്ട്. കന്നിമൂല ഭാഗത്തൊക്കെ അതുപോലെ ദൈവാധീനം വരുന്ന കിഴക്ക് വടക്ക് മൂല അവിടെയൊക്കെ വെക്കുന്നത് നല്ലതാണ്, ദോഷമൊന്നുമില്ല. അപ്പൊ അത് നിൽക്കുന്ന ചിലർ പറയും നേരെ ഇലഞ്ഞി വന്നാ ദോഷാണ്. അവിടുന്ന് പറിച്ച് നിങ്ങളൊരു സൈഡിൽ വെച്ചോളൂ, അതിനെ എന്തിനാ നശിപ്പിച്ച് കളയുന്നത്? ചിലപ്പോൾ ചില ഇലഞ്ഞി നേരെ നിന്ന് ആ വീടിന് നല്ലതായിരിക്കും. ദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, വീടിന്റെ ദർശനങ്ങളൊക്കെ അനുസരിച്ചാണ് അത് പറയുന്നത്. അല്ലാതെ വെറുതെ അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ ജ്യോതിഷനാണെങ്കിൽ ആ ജ്യോതിഷൻ വന്ന് നോക്കിയിട്ട് അതിൻ്റെ ഏത് വൃക്ഷമാണ് നിൽക്കണേ, ഇത് കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും. ഇത് നിങ്ങൾ മാറ്റണം എന്ന് പറയും. താങ്ക് യു മാം. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.